സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. KPCC അധ്യക്ഷൻ കെ സുധാകരനെ പിണറായി വിജയൻ്റെ പോലീസ് ചോദ്യം ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ ആനയെ നോക്കി കുരയ്ക്കുന്ന ചാവാലി നായ്ക്കൾക്ക് തോന്നും തങ്ങളുടെ കുര കേട്ടാണ് ആന പേടിച്ചു പോയിരിക്കുന്നത് എന്നതാണ്. അത് സ്വാഭാവികം. അതുപോലെയാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഒരു ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും ഒന്ന് പേടിപ്പിക്കാനും പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന് വലിയ പൂതി തോന്നുന്നത് സുധാകരനോട്. അതിൻ്റെ ഭാഗമായി വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ നടക്കുകയാണിപ്പോൾ. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യയിലാണ് KPCC അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. NM വിജയൻ സുധാകരന് കത്തെഴുതിയത് എന്ന ഒരു കാര്യം മാത്രം കണക്കിലെടുത്താണ് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. അതേസമയം എന്ന് ചോദ്യം ചെയ്യും, എപ്പോൾ ചോദ്യം ചെയ്യും എന്നതിനെക്കുറിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല. വൈകാതെ തന്നെ പിണറായിയുടെ പോലീസ് ഇറങ്ങും എന്നാണ് അറിയുന്നത്. നമുക്കറിയാം, കരുവന്നൂർ ബാങ്കിനെ പോലെ കോടികൾ മുക്കിയ പ്രമുഖർ പിണറായിക്ക് ചുറ്റുമിരുന്ന് തമാശ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കാണാതെ ഇല്ലാത്തൊരു പ്രശ്നത്തിൻ്റെ പേരിൽ നിലപാട് കടുപ്പിക്കുകയാണ് പിണറായിയും സംഘവും. അതിൻ്റെ ഭാഗമായി ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ്റെ വസതിയിൽ ഇന്നലെ അന്വേഷണ സംഘം തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടർന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന ചില രേഖകൾ കണ്ടെടുത്തതായി പോലീസ് തന്നെ പരസ്യമായി പറഞ്ഞു നടക്കുകയാണ്. അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി ഒരു അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം. ഇതും ഉടനെ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രേരണ കുറ്റം ചുമത്തിയ 3 കോൺഗ്രസ് നേതാക്കളായ MLA IC ബാലകൃഷ്ണൻ, DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, മറ്റൊരു കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ MLA അടക്കമുള്ളവരെ പിടിച്ച് അകത്തിടാമെന്നുള്ള ഒരു പൂതി ഉണ്ടായിരുന്നു. ആ നീക്കം പാളി. അതോടെ തന്നെ വലിയ ക്ഷീണത്തിലാണ് CPMൻ്റെ നേതൃത്വം. കിട്ടിയൊരവസരമാണ് കോടതി കളഞ്ഞത്. NM വിജയൻ്റെ മരണത്തിൽ ആദ്യം കുടുംബത്തെ കൈവിട്ട നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് വിവാദം കൈവിട്ടതോടെ നിലപാട് മയപ്പെടുത്തി അവർ ഒന്നായി. കുടുംബം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയാണെന്നതും CPMനൊട്ടും ദഹിക്കുന്നില്ല. അതാണ് അവരുടെ നീക്കം പൊളിഞ്ഞു പോകുന്നത്. എങ്കിലും അവസാനത്തെ നീക്കം എന്നുള്ള നിലയിൽ പ്രമുഖരെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണ് പിണറായിയുടെ പോലീസ്. അതും സുധാകരനെ. NM വിജയൻ്റെ കുടുംബത്തെ അനുനയിപ്പിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം കുടുംബങ്ങളെ കാണുകയും അതിനവർക്ക് സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉറപ്പ് നൽകിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചുപോയത്. പ്രയാസങ്ങളെല്ലാം മാറിയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബാംഗങ്ങളും പറഞ്ഞത് നമ്മൾ കേട്ടു. തുടക്കത്തിൽ പാർട്ടി നന്നായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്രത്തോളം വഷളാകില്ലായിരുന്നു. അതുപോലെ അച്ഛൻ വിശ്വസിച്ച പാർട്ടിയുടെ ഉറപ്പിൽ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് മക്കളും പറഞ്ഞു. കടബാധ്യത പാർട്ടിയുടേത് എന്ന് നേതാക്കന്മാർ അംഗീകരിച്ചുവെന്ന് കുടുംബം ഉറപ്പുവരുത്തി. എങ്കിലും സുധാകരനെ ഒന്ന് ചോദ്യം ചെയ്ത് മൂക്കിൽ കയറ്റാമെന്നാണ് CPM ചിന്തിക്കുന്നത്. സത്യത്തിൽ CPMൻ്റെ നേതാക്കളുടെ പേരിലൊക്കെ ഇങ്ങനെ 100 കണക്കിന് തട്ടിപ്പു കേസുകൾ ഉള്ളപ്പോൾ കോൺഗ്രസ്സുകാരുടെ അന്തരീക്ഷത്തിലെ കേസുകളും തേടിപ്പോകുന്ന പിണറായി വിജയൻ്റെ പോലീസ് അങ്ങനെ ചരിത്രം കുറിക്കുകയാണ്. എന്നാൽ ചോദ്യം ചെയ്യലിന് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അഥവാ ലഭിച്ചാൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും അതിൽ അതിശയോക്തിയൊന്നുമില്ല എന്നും പറഞ്ഞ് സുധാകരൻ ഇതിന് പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം.